ഹേ ഗായ്സ്, നമ്മൾ അതിരപ്പള്ളി പോവാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും അതിരപ്പള്ളി പോകുന്ന ഒരു ട്രിപ്പായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്കുള്ള പോക്കാണ്. 2 മാസത്തിലൊരിക്കൽ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അതിരപ്പള്ളി ആയതുകൊണ്ട് തന്നെ പോകാനുള്ള ഇഷ്ടം കൂടുതലുമാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറി. ആക്ച്വലി ബേക്കറി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പപ്പയുടെ ബേക്കറിയാണ്. ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല, ഫ്രണ്ടിൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഈ കാണുന്ന ആൾ നിസ്സാരക്കാരനല്ല, പുള്ളി ഒരു ഡോക്ടറാണ്. ലീവിന് വന്ന കാരണം പപ്പയെ സഹായിക്കാനായിട്ട് ബേക്കറിയിൽ ഉണ്ടായതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ മോൻ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവനൊരു ഫ്രൂട്ടി തന്നു വിട്ടായിരുന്നു പുള്ളി. അങ്ങനെ ആളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുകയാണ്. എത്ര തവണ വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് ഈ അതിരപ്പള്ളി. നമുക്കതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വീട്ടിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവേ ഉള്ളൂ. ഈ പോകുന്ന ഈ വഴിയും ഈ പച്ചപ്പും ഹരിതാപയും മലയും കാടും കുന്നും ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. എന്താ പറയുക, വളരെ തിരക്കുള്ളൊരു ജീവിതത്തിൻ്റെ ഇടയിൽ മൈൻഡൊന്ന് റിഫ്രഷ് ആക്കാൻ ഇത്തരം ചില യാത്രകൾ അനിവാര്യമാണ് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ തുടർന്നു. ഒരു ഉച്ച എടുക്കാൻ കണ്ടാണ് നമ്മളവിടേക്ക് പോയത്. അപ്പോൾ ആൻറ്റി ഉച്ചയ്ക്കത്തുള്ള ഫുഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പീഡ് ഇത്തിരി കൂട്ടി. അവിടെ ചെന്ന് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വില്ലയും റിസോർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇവർക്കും ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ മുന്നേ കുറേ തവണ വന്നിട്ടുണ്ട്. നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ അതിരപ്പള്ളി പലരും വരുന്നുണ്ടെങ്കിലും നമ്മുടെ റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വില്ല പ്രൊജക്റ്റ് ഉള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലൊരു വില്ല പ്രൊജക്റ്റ് ഒരു വെറൈറ്റി തന്നെയല്ലേ. അതിരപ്പള്ളി വാട്ടർഫോൾസ് എത്തുന്നതിനേക്കാൾ ഒരു 8 കിലോമീറ്റർ മുന്നായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സൈലൻസ് തന്നെയാണ്. പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന് പറയില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കോമൺ ആയിട്ടൊരു പൂള് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വീട് കണ്ടോ, ഇത് എല്ലാത്തിൽ നിന്നും കുറച്ച് യുണീക്കായിട്ടുള്ളൊരു വീടാണ്. അത് ഒരു ട്രഡീഷണൽ ടച്ചിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ വീടും കാണാൻ ഏകദേശം സിമിലറാണ്. ഒരു ഫ്രണ്ട്സായിട്ടുള്ളൊരു ഗ്യാതറിങ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളൊരു ഗ്യാതറിങ്, ഇനിയിപ്പോൾ കപ്പിളായിട്ടുള്ളതാണെങ്കിലും കൂടെ ഇവിടെ അതിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. അത്രയും പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ്. ഞങ്ങളുടെ പല ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ പരസ്യമൊന്നുമല്ല, നമ്മൾക്ക് ഇവിടുത്തെ ഒരു അനുഭവം നമ്മൾ ഷെയർ ചെയ്തെന്നുള്ളൂ. അങ്ങനെ നമ്മളിവിടെയൊക്കെ കുറച്ച് കറങ്ങി അടിച്ച് നമ്മൾ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ പുഴയിലോട്ട് പോകാം. ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ വന്നതിൻ്റെ മെയിൻ അജണ്ട പുഴയിൽ പോയിട്ടൊരു റീലൊക്കെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊന്ന് കറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടാണ് പുഴയിൽ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ ഫ്രൂട്ട്സൊക്കെ പുഴയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് നമ്മൾ. അപ്പോൾ നേരെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ പുഴയിലോട്ട് നടത്തും. ഇത് പുഴയിലോട്ട് പോകുന്നൊരു വഴിയാണ്. ഇത് ഈ നിൽക്കുന്നത് ഫുള്ള് എണ്ണപ്പനകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുഴയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ കയ്യിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ആ സൈഡിൽ കുരങ്ങന്മാരുണ്ട്, അവർ വന്ന് അത് തട്ടിപ്പറിക്കാനും നമ്മൾ അറ്റാക്ക് ചെയ്യാനും നല്ല സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കാരണം സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാനിക്കായി. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി ഇപ്പോൾ ഈ കാണുന്ന എണ്ണപ്പന ആക്ച്വലി ഇതിൻ്റെ കാലാവധിയൊക്കെ തീർന്നതാണ്. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ താഴെ നിറച്ച് എണ്ണക്കുരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും ഉണ്ടാവുന്നില്ല. ഈ എണ്ണപ്പനകളൊക്കെ ഇപ്പോൾ തട്ടിയിട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആനയാണ്. ആന വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ തട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പനയുടെ ഉള്ളിലത്തെ ആ ഒരു വേര് പോലുള്ള സാധനമില്ല, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല, അത് ആന വന്ന് തിന്നുന്നതാണ് പറയുന്നത്. ആനയ്ക്കത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെ പതുക്കെ നടന്ന് പുഴ എത്താറായി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പി ആന കടക്കാതിരിക്കാൻ ആനയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്ന ഷോക്കാണ്. പക്ഷെ ഇതിട്ടിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം ആന സ്ഥിരം ഇതിലേ വരാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കിടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ പുഴയിലെത്തിയപ്പോൾ പുഴയിൽ നല്ല വെള്ളമൊക്കെ കുറവായിരുന്നു, വേനൽക്കാലമല്ലേ. പക്ഷേ കുഴപ്പമില്ല, ഇതാ സേഫാണ്. സാധാരണ മഴക്കാലത്ത് വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നല്ല പേടിയാണ്. എനിക്ക് മാത്രമല്ല, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ അധികം മെനക്കെടാറില്ല. ഇവിടെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ചൂണ്ടയിടുന്നു, കുറേ പേര് കുളിക്കുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ വന്ന കാര്യങ്ങളിലേക്ക് കടന്നു. ഞങ്ങളുടെ ഫ്രൂട്ട് കട്ടിങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യണം കണ്ടിട്ട് അടുത്തുള്ളൊരു ഇവരിത് എന്ത് തേങ്ങ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല, ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചാലും ഞങ്ങൾ അവർക്കും കൂടെ കൊണ്ട് കൊടുത്തായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പിന്നെ അവരും ഹാപ്പിയായി.
അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിരുന്ന് അത് കഴിഞ്ഞ് പുഴയിലൊന്ന് കുളിച്ച് പിന്നെ നമ്മൾ പതുക്കെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയി ചായയൊക്കെ കൂടി കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. സാധാരണ ഇവിടെ എപ്പോൾ വന്നാലും ഞങ്ങൾ വൈകുന്നേരമാണ് തിരിച്ചു പോകാറ്. ചില ദിവസങ്ങളിൽ മാത്രം അത് പിറ്റേ ദിവസം കാലത്താക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആനേനെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. ആനേനെ കണ്ടു, പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല, ചെറുതായിട്ടേ കണ്ടുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ഞങ്ങളുടെ അതിരപ്പള്ളി യാത്രകൾ ഇനിയും തുടരും. ഇതുപോലെ ഹിഡൻ പ്ലേസസും വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഇനിയും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു.